ദൈവമക്കൾക്ക് താമസിക്കാൻ നീ ഫ്രീ ആയിട്ട് തുറന്നു കൊടുക്കരുത് കേട്ടോ. റോഡിന് വഴി കൊടുക്കാത്ത ബന്ധക്കോസുകാരൻ ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് ഉണ്ടാക്കി കൂട്ടിവെക്കുന്ന ബന്ധക്കോസുകാരാ. നിന്റെ ഊപ്പാട് വരാൻ പോവുക. നരകത്തിൽ കിടന്ന് നിന്റെ ജീവൻ പെടാവിളയ്ക്കും. എന്റെ അപ്പൻ ചുമ്മാതെ പറഞ്ഞല്ല, നിനക്ക് വട്ടാന്ന്. ഈ ദൈവദാസ് ഇതായിരിക്കുന്നു ബാലേന്ദ്രൻ പാസ്റ്റർ ആദ്യം സ്വതന്ത്രം ചെയ്യുന്നു. ഞാൻ പരസ്യമായി ശുശ്രൂഷയ്ക്ക് ഇത് ഇറങ്ങിയപ്പോ ആദ്യമായി ഗൾഫിൽ നിന്ന് വന്നിട്ട് 2016 ഒക്ടോബർ മാസം 31 ഒന്നാം തീയതി എന്റെ നാട്ടിൽ 2.5 കിലോമീറ്റർ ചുറ്റളവിൽ മൈക്ക് വെച്ചിട്ട് ഇന്നും അങ്ങനെ എത്ര കിലോമീറ്റർ? കേരളത്തിലെ ഏറ്റവും വലിയ സുവിശേഷ മീറ്റിംഗ് നടക്കുന്ന സ്ഥലം പത്തനാപുരം താലൂക്കിൽ തലൂർ പഞ്ചായത്തിൽ വടകോട് വാർഡിലാണ്. സ്വതന്ത്രം ചെയ്യുന്നത് 2.5 കിലോമീറ്റർ ചുറ്റും മൈക്ക് വെച്ച് കെട്ടി തലങ്ങും വിലങ്ങും കെട്ടി 3000-ൽ പരം അവിശ്വാസികൾ വീട്ടിൽ നിന്ന് സുവിശേഷം കേൾക്കുന്ന കൺവെൻഷനാണ് വടകോട് കൺവെൻഷൻ. 9ാമത്തെ കൺവെൻഷൻ കഴിഞ്ഞു. 9ാമത്തെ അങ്ങനെ ആദ്യത്തെ കൺവെൻഷനിൽ സാമ്പലങ്ങര എന്ന് പറഞ്ഞ IPC-യിലെ ദൈവാസനെ കൂടെ ചേർന്ന് ഞങ്ങളെ കൂട്ടിമുട്ടിച്ചത് ഈ ബാലേന്ദ്രൻ പാസ്റ്റർ. അദ്ദേഹമായി ഈ സ്തോത്രം ചെയ്യുന്നു. സത്യമയ ഗത്സമേനയല്ല, സത്യമയ സത്യമയ ഗോസ്പൽ മിനിസ്ട്രി ഉണ്ടാക്കിയത് ആ മനുഷ്യനാ. സ്തോത്രം ചെയ്തു. അന്ന് എന്റെ പ്രസംഗം കേൾക്കുവാൻ ഞാൻ രക്ഷിക്കപ്പെട്ടെന്ന് എന്റെ ഒരു കൂട്ടുകാരൻ സാമ്പലങ്കര എന്റെ ഒരു കൂട്ടുകാരൻ മൂലം അറിഞ്ഞിട്ട് ഞാൻ രക്ഷിക്കപ്പെട്ട് ഒന്നര വർഷമായപ്പോൾ ഞാൻ ആദ്യം പ്രസംഗിച്ചത് കൺവെൻഷനിലാണ്. സ്വതന്ത്രം ചെയ്തു. അന്ന് പരിചയപ്പെട്ടത് അന്ന് പോലെ കൂടെ ഉണ്ട്. ഈ മനുഷ്യൻ എപ്പോഴും പറയും, അച്ഛ ഇങ്ങനെ പോയാൽ എങ്ങനെ അച്ഛാണ്, ഇങ്ങനെ പോയാൽ എങ്ങനെ അച്ഛ, ഇങ്ങനെ വിറ്റാൽ എങ്ങനെ അച്ഛ? ഞാൻ പറയുവാ ഇങ്ങനെ വിറ്റാലും ഇങ്ങനെ വെറ്റാലും എന്റെ തമ്പുരാൻ പറഞ്ഞിട്ടാ ഇത് ചെയ്യുന്നത്. അതെന്റെ കർത്താവ് പറയുന്നവരെ ഞാൻ ചെയ്യും. അതിന് ഞാൻ മടി കാണിക്കത്തില്ലെന്ന് സ്വതന്ത്രം ചെയ്യുന്നു. സ്വതന്ത്രം ചെയ്യുന്നു. അതുകൊണ്ട് എനിക്ക് സുവിശേഷം പറയാൻ ഒരുത്തനെ പേടിയില്ല. നമ്മൾ വേണ്ടാത്തതൊന്നുമല്ല പറയുന്നത്. വേണ്ടാത്തന്ന് പറയുന്നത് അല്ലല്ലല്ല. നാട്ടുകാരെ കേട്ടോണം. ഒരു മനുഷ്യന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ടെങ്കിലേ അവന് നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും വെളിപ്പാടുള്ളൂ. അല്ലാത്ത ആർക്കും നരകത്തെക്കുറിച്ചോ സ്വർഗത്തെക്കുറിച്ചോ അറിയത്തില്ല. അതിന്റെ അപ്പനായാലും ഈ തെരഞ്ഞെടുപ്പിന്റെ വില എന്തോന്ന് നിങ്ങൾക്ക് അറിയാമോ? ഞാൻ ആദ്യം പറയാൻ തുടങ്ങിയ പിന്നെ നമ്മൾ വേറെ കാര്യത്തിലേക്ക് പോയി. ഞാൻ 20ാമത്തെ വയസ്സിൽ ഞാൻ ആരായിരുന്നു പറഞ്ഞേ? ക്രിസ്ത്യാനി ഓർത്തഡോക്സ്. ഇന്ന് ഞാൻ ക്രിസ്ത്യാനിയാണോ? അതൊന്ന് കേൾക്കട്ടെ, വായിക്കാത്തത്. ഇന്ന് ഞാൻ ക്രിസ്ത്യാനിയാണോ? ഞാൻ ഇന്ന് ക്രിസ്ത്യാനി എന്നൊരു ജാതിയല്ല. ഞാൻ ആരാ? കാരണം ജാതിയും മതവും ദൈവം ഉണ്ടാക്കില്ല. അവസാനം ഞാൻ അത് പറഞ്ഞു നിർത്തും. നമ്മൾ ആരാ? മഹാദൈവത്തിന്റെ പ്രിയ മക്കൾ. പ്രിയ മക്കൾ. ഞാനൊരു നേരത്തെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഒരു ക്രിസ്ത്യാനി ഓർത്തഡോക്സുകാരനായിരുന്നു. ഒരു ഓർത്തഡോക്സുകാരനല്ല, 1.5 ഓർത്തഡോക്സുകാരൻ. 1.5 എന്ന് പറഞ്ഞാൽ വെച്ചിട്ട് കൂടുതലാ. ഗ്രാവിറ്റി കൂടിയതാ. സ്വതന്ത്രം 20ാമത്തെ വയസ്സിൽ ഗൾഫിൽ പോയി. ഹല്ലേലൂയ. എന്റെ വീട്ടിൽ 7 മക്കളാണ്. മൂത്തതെല്ലാം പെങ്ങന്മാർ. 5 പെങ്ങന്മാർക്ക് 6ാമനായി ഉണ്ടായവൻ. നിങ്ങൾക്കറിയാം പണ്ടത്തെ ആൾക്കാരൊക്കെ ഉൾപ്പെടല്ലേ, നമ്മുടെ വീട്ടിലൊക്കെ ഒത്തിരി പേരുണ്ട്. അന്നൊരു ആൺകൊച്ചിനെ കിട്ടിയില്ലെങ്കിൽ വലിയ പറയാച്ചാവുന്നു. തോന്നുന്നു
ആ കൊച്ചിനെ കിട്ടിയില്ലേ വലിയ സങ്കടമാ. നിങ്ങൾ കേട്ടോളാം. എന്റെ അപ്പച്ചന്റെ അമ്മ വല്യമ്മ, എന്റെ അമ്മയ്ക്ക് വല്യമ്മയ്ക്ക് ഒരു അനിയത്തിയുണ്ട്. ആരാറിയാമോ? നമ്മുടെ തടവളയിലെ ജേസ് ബാബന്റെ അമ്മ. ഇവര് പറയുന്ന ഞാൻ കേട്ടു, എടാ എന്റെ അപ്പൻ തോമാച്ചൻ 5 പെണ്ണുങ്ങളായപ്പോ പ്രസവം നിർത്താൻ പോയെന്നുണ്ടോ? അപ്പം വല്യമ്മയുടെ അനിയത്തി പറയാ, എടാ തോമാച്ച പ്രസവം നിർത്തല്ലേ. എടാ ഞാന് പരിമല തിരുമേനിയടുത്ത് പ്രാർത്ഥിച്ചത് കേട്ടോണേ. പരിമല തിരുമേനിയടുത്ത് പ്രാർത്ഥിച്ചിട്ട് വന്നതാ. നിനക്ക് ഇനി ഉണ്ടാവാൻ പോകുന്നത് ഒരാഞ്ചർക്കാണ്ട് പ്രസവം നിർത്തൽ. അങ്ങനെ നേർച്ചയും കാഴ്ചയും നടത്തി ഉണ്ടായതാണെന്നാ ഞാൻ പറയും. ഇന്ന് എന്തോ ഒരു ഗ്രഹപ്പഴയാന്ന് നോക്കിയാണ് അവരുടെ സ്വത്രത്തിൽ. ഈ പരിമലത്തിന് വേണ്ടിക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇതെല്ലാം തകിടം മറിച്ചോണ്ടിരിക്കുക. ഞാൻ സ്വത്രത്തിൽ പേടിയുണ്ടോ? വാസക്ക് പേടിയൊന്നുമില്ല. ആരും പേടിക്കണ്ട. നമ്മൾ വേണ്ട പറഞ്ഞു. അല്ലല്ലല്ല. അങ്ങനെ നിങ്ങൾക്കറിയാമോ, അങ്ങനെ 6ാമതുണ്ടായ എന്റെ പെങ്ങന്മാർ, എന്റെ നേരെ മൂത്തവള്, അവൾ അമേരിക്കയില. അവൾ ഇപ്പോഴും പറയടാ, നീ ജനിച്ചോണ്ടാ ഞാൻ ഓർലിക്സും അല്ലേ ബോൺമിറ്റയൊക്കെ തിന്നു. ഞങ്ങൾക്കൊന്നും തന്നില്ല. നീ മോനായിട്ടുണ്ടായപ്പോ ഓർലിക്സ് അതിന്റെ ഒരു പങ്ക് എനിക്കും കിട്ടിയിട്ടുണ്ടല്ലോ. പണ്ടമ്പളൊക്കെ ഇപ്പോഴത്തെ പിള്ളേരെന്ന് കേട്ടോ, ഞങ്ങൾ ഇറച്ചിയും മീനെന്ന് ഹോർലിക്സ് എന്നൊക്കെ പറയുമ്പോ വായി കൂടെ വെള്ളം മെഴുകാന്നല്ലാതെ. ഇല്ലേ മാമേ? അങ്ങനെയല്ലേ നമ്മള്? എന്റെ അപ്പനാണെങ്കിൽ ആഴ്ചതോറും നോക്കിയിരിക്കും. കോട്ട മേടിക്കുമ്പോ കോഴിയെ കൊല്ലും. അന്നാ ഇറച്ചി നിൽക്കുന്നു. ഇന്ന് തെള്ളിയിട്ട് മറിച്ചാൽ നമുക്ക് വേണ്ട. അല്ലേ? അങ്ങനെ 20ാമത്തെ വയസ്സ് ഗൾഫിൽ പോയി. 23ാമത്തെ വയസ്സിൽ സ്വന്തമായി അബുദാബി UAE അബുദാബിയിൽ ഒരു ചെറിയ സ്ഥാപനം തുടങ്ങി. 3ാമത്തെ വർഷം ജോലി ചെയ്തൊരു സ്ഥാപനം. മാസ്റ്റർക്കൊക്കെ അറിയായിരിക്കും. പോലീസ് ചാക്കോച്ചാനെ അറിയാമോ? IPC ആണ്. IPCയിൽ അബുദാബിയിൽ ഏറ്റവും വലിയ എന്ന് വെച്ചാൽ ആലയത്തിന്റെ പാസ്റ്റർ. പോലീസ് ചാക്കോച്ചാന്ന് വിളിക്കുന്നത് ഏറ്റവും വലിയ പോലീസ് അധികാരിയുടെ സെക്രട്ടറി ആയിരുന്ന ചായ. ഓഡിറ്റോറിയം അറിയാമോ? ക്രൗൺസ് ഓഡിറ്റോറിയം പത്തനാപുരം. അത് തെറ്റിദ്ധരിക്കരുത്. ഓഡിറ്റോറിയന്നൊക്കെ പറയുമ്പോ അല്ലേ അദ്ദേഹം അല്ലോയ്സ് കോഴിയുടെ വെച്ചാൽ വലിയ ഏജൻസിയുടെ ഓപ്പറേഷൻ മാനേജരായിരുന്നു സ്വതന്ത്രത്തിൽ. ആ കുടുംബത്തിലെ അല്ലേലിയ പൈറ്റുകളെ കുടുംബത്തിലെ ഒത്തിരി നിവാസന്മാരുണ്ട് അവിടെ. ആ കുടുംബത്തിലെ ഒരാളാ എന്റെ മൂത്ത മകളെ കിട്ടി. എന്റെ അമ്മയാവും പറയാനുണ്ട് സ്വതന്ത്രത്തിൽ. അവരെന്നെ കൊണ്ടുപോകുന്ന സ്വതന്ത്രം. അങ്ങനെ കൊണ്ടുപോയി 23ാമത്തെ വയസ്സിൽ അവരെല്ലാം എന്റെ അടുത്ത് സുവിശേഷം പറയാൻ അവരെല്ലാം ഗെറ്റൗട്ട് അടിച്ചു. പോലീസ് ചാക്കോച്ചാനെ ഗെറ്റൗട്ട് അടിച്ചു, തങ്കച്ചാനെ ഗെറ്റൗട്ട് അടിച്ചു, സകലത്തിനെ ഞാൻ ഗെറ്റൗട്ട് അടിച്ചിട്ടുണ്ട്. കാരണം ഞാൻ കൊച്ചു പയ്യനായിട്ടില്ല. 20ാമത്തെ വയസ്സിൽ ഗൾഫിൽ പോകുന്നു. അങ്ങനെ 25ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു. എന്റെ ഭാര്യ അന്നേരെ കൊണ്ടുപോയി ഗൾഫിൽ. 1989 ഗൾഫിൽ പോയെന്ന്. എത്ര വയസ്സുണ്ട്? ലോകത്തിന്റെ കണക്കിൽ 57 വയസ്സുണ്ട്. പക്ഷെ ദൈവത്തിന്റെ കണക്കിൽ അല്ലെങ്കിൽ 28 വയസ്സേ ഉള്ളൂ. ശക്തിയാണ് സ്വതന്ത്രം. ഇനി കിടക്കുകയാണ്. കാരണം സത്യം പറയുന്നവർ കുറഞ്ഞു പോയതുകൊണ്ട് ഇനി അടുത്ത സത്യം പറയുന്നവരെ തെരഞ്ഞെടുക്കുന്നവരെ ഞങ്ങളെ ദൈവം ഈ ഭൂലോകത്ത് നിർത്തും. സ്വതന്ത്രം. ദൈവങ്ങളെ കല്യാണം കഴിച്ചവളെ കൊണ്ടുപോകും. അപ്പോഴൊരു വാർത്ത കേട്ടു. ഞാൻ ആരായിരുന്നു? ഓർത്തഡോക്സുകാരൻ പോലാളി. ഓർത്തഡോക്സുകാരൻ മോലാളി എന്നുവെച്ചാൽ സുവിശേഷകരെ കാലുമടക്കി അടിക്കുന്നവനായിരുന്നു ഞാൻ. സ്വതന്ത്രത്തിൽ സുവിശേഷകരെ മണകോടെന്ന് പറഞ്ഞ ദേശത്ത് തലൂർ പഞ്ചായത്തിൽ മണകോടെന്ന് പറയുന്നത് ബന്ധക്കോസുകാരില്ലായിരുന്നു. എനിക്ക് ഓർമ്മയായ കാലം മുതൽ കപ്പാസിറ്റി ആയാൽ ഒറ്റ ദൈവാസന്മാരെ അവിടെ കേട്ടത്തില്ല.
അതിന് നേതൃത്വം കൊടുത്തവനാ ഞാൻ കേട്ടോ. ഇപ്പൊ പറയാം, ഇവിടെ ഓരോരുത്തരൊക്കെ സുവിശേഷകർക്കെതിരെ നേതൃത്വം കൊടുക്കുന്ന മനുഷ്യ, നിന്റെ കാര്യം പോക്കാ. സ്വതന്ത്രത്തിൽ ഒന്നി നീ രക്ഷിക്കപ്പെടും, ഇല്ല കാര്യം നിന്റെ പോക്ക. ഞങ്ങളെ അടിച്ചോ ചവിട്ടിക്കോ എന്തു വേണോലും ചെയ്തോ, ഞങ്ങളെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞ ജീവനുള്ള ഒരു ദൈവമുണ്ടെങ്കിൽ അത് യേശു മാത്രമേ ഉള്ളൂ. സ്വതന്ത്രത്തിൽ ആ ദൈവത്തെ ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ അച്ഛാ? അല്ലയോ അച്ഛാ? നമ്മളിങ്ങനെ അല്ലേ നമ്മളെ ആർക്കെങ്കിലും എന്തോ ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. ലോകത്ത് കത്തോലിക്കർക്ക് ഒപ്പമുണ്ട്. ആര് നിങ്ങൾക്കറിയാമോ? ലോകത്ത് കത്തോലിക്കർക്ക് ഒപ്പം ബന്ധക്കോസുകാരുണ്ടെന്ന്. പക്ഷേ ഈ പുസ്തകത്തിൽ ദൈവവചന വിപരീതമായി പ്രവർത്തിക്കാൻ ദൈവം ഞങ്ങൾക്ക് അനുവാദം വന്നിട്ടില്ലാത്തത് കൊണ്ടാണ്. അങ്ങനെ പ്രബലനായ ഓർത്തഡോക്സുകാരൻ ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്നു. ഞാനും ബാലഗോപാലും ഒരുമിച്ച് കട്ടയ്ക്ക് പ്രവർത്തിച്ച സമയം അന്നാ ഞാൻ ഗൾഫിൽ പോകുന്നത്. സ്വത്രത്തിൽ ഗൾഫിൽ പോയാൽ ഞങ്ങൾ കാശുള്ളവരൊക്കെ പാർട്ടിയിലെ വലിയ ആൾക്കാരാ. എന്റെ അനിയൻ അമേരിക്കയിലാക്കും പൊക്കാനയുടെയൊക്കെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. എന്നും അല്ലയോ കഴിഞ്ഞ 2.5 വർഷങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രി എല്ലാവരും കളിയാക്കിയില്ലയോ? കസേര ചീൽ കസേര, ഇരുമ്പ് കസേരക്കകത്ത് എവിടെ ഇരുന്ന് അമേരിക്കയിൽ ഇല്ലേ? അത് അവിടുത്തെ സെറ്റപ്പാ, അല്ലാതെ അങ്ങനെ ഇരുന്നതല്ല. ഇന്നേക്ക് 2.5 വർഷങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രിയെയും 10-25 പേരെയും 15 ദിവസത്തേക്ക് ഇവിടെ വന്നിട്ട് എന്റെ അനിയൻ അവരെയൊക്കെ കൊണ്ടുപോയി. ഞാനിത് പറയുന്നത് എന്താണെന്നറിയാമോ? അതൊന്നും അല്ല ഇവിടെ വിഷയം. നമ്മളാ വലിയ ആള്, നമ്മുടെ ദൈവം വലിയ ആളെന്ന് പറയാൻ പോവാ. സ്വതന്ത്രത്തിൽ അത്ര സെറ്റപ്പിൽ താമസിച്ചിരുന്ന ഞങ്ങള്. കണ്ണം മിണ്ണും നോക്കാതെ പാർട്ടി ആമാതി സഹായിക്കും. സ്വതന്ത്രത്തിൽ ലക്ഷക്കണക്കിന് ദൈവത്തിന് മഹത്വം. അന്നൊരു വാർത്ത കേട്ടു. എന്താണെന്നറിയാമോ? എല്ലാവരും അറിയും, നമ്മളെല്ലാം. ഓർത്തഡോക്സ് സഭയിൽ 1992 ഒരു വാർത്ത കേട്ടു. ഓർത്തഡോക്സ് സഭയിൽ 21 വർഷം പുരോഹിതനായിരുന്ന ജോർജ് മാത്യു പുതുപ്പള്ളി, ഓർത്തഡോക്സ് സഭയിൽ 21 വർഷം അച്ഛനായിരുന്നു. എന്നാലും എല്ലാവർക്കും മനസ്സിലാവും അച്ഛനായിരുന്ന ജോർജ് മാത്യു പുതുപ്പള്ളി അച്ഛൻ വേദോസ്തവം വായിക്കാനിടയായി. അങ്ങനല്ലേ? അച്ഛൻ ഏതോ ഭൂതോദയുണ്ടായി വേദോസ്തവം മൊത്തം വായിച്ചു തീർക്കാനിടയായി. അച്ഛൻ ഭയങ്കര മാതൃഭൂമിയുടെ എഡിറ്ററായിരുന്നു. ഭയങ്കര വിദ്യാഭ്യാസ സമ്പന്നനായിരുന്നു. ഇപ്പോഴും എഴുത്തുകാരനായിരുന്നു അച്ഛൻ. ഞങ്ങളുടെയൊക്കെ പൊന്നോമന പുത്രനായിരുന്നു. ബാബാ തിരുമേനയുടെ സെക്രട്ടറി ആയിരുന്നു. ഞങ്ങളൊക്കെ പ്രത്യേകം പേഴ്സണലായിട്ട് അറിയും. ഇന്ന് പാസ്റ്റർമാരൊക്കെ ഗൾഫിൽ വരുമ്പോൾ നമ്മളിങ്ങനെ ദശാംശം തരുന്നത് പോലെ അവർക്കും നമ്മൾ വരുമ്പോഴെല്ലാം കൊടുക്കും. നേരിട്ടറിയാവുന്ന ഒരു സുപ്രാത്തിൽ ഞങ്ങളൊക്കെ ഓർത്തഡോക്സ് സഭയിലെ വില്ലന്മാരായിട്ടിരിക്കുന്ന സമയത്ത് വാർത്ത കേട്ടു, ജോർജ് മാത്യു പുതുപ്പള്ളി അച്ഛൻ ബദർഗോസിൽ പോയി. എവിടെ പോയി? തീർന്നില്ല. ഞങ്ങൾക്കല്ല ഹാലളവി, ഞങ്ങൾക്കല്ല. ആരാ പോയെ? ചെറിയ പാർട്ടിയല്ലോ. അതും അന്നത്തെ കാലത്ത്. ഇന്ന് വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ദൈവമക്കളെ എല്ലാവരും അറിഞ്ഞു. എല്ലാ വിദേശ രാജ്യങ്ങളിലെ പള്ളികളിൽ പോയി പ്രസംഗിക്കുന്ന ആളായിരുന്നു ജോർജ് മാത്യു പുതുപ്പള്ളി അച്ഛൻ. പ്രധാനപ്പെട്ട അവിടെ അന്നൊക്കെ സ്പെഷ്യലായിട്ട് വിളിച്ച് പ്രസംഗിക്കുന്ന ആളായിരുന്നു ആര്? ജോർജ് മാത്യു പുതുപ്പള്ളി അച്ഛൻ. എല്ലാവരും അന്തം വിട്ടു, കുന്തം പിഴയും. പുതുപ്പള്ളിക്കാരനാ സ്വതന്ത്രം. ആ പുതുപ്പള്ളിയിൽ ചെന്ന് ഞാനൊരു വീഴ്ച ഈ കഴിഞ്ഞ എന്തായിരുന്നു ഒരു 1.5 വർഷമായി ഒരൊറ്റ വീഴ്ച അവിടെ ഉണ്ട്. അല്ലേ ഇതെന്താ? നിങ്ങൾ ഫേസ്ബുക്ക് ഒക്കെ എടുത്ത് എന്റെ പുസ്തകമൊക്കെ ഒന്ന് കേൾക്കണം. സ്വതന്ത്രം എന്നുവെച്ചാൽ ആചാര്യ ഉപദേശി പോയതിനു ശേഷം ഒരാളെ ദൈവം പിന്നെ തെരഞ്ഞെടുത്തിട്ടില്ല. അതിന് പകരം എന്നെ തെരഞ്ഞെടുത്തേക്കോ. ഇപ്പൊ നിങ്ങൾ എന്തോ പറഞ്ഞോ, എന്തോ അച്ചടിച്ചോ, ഇനി പോയി സൂക്കിട്ടോ, എന്തോ ആരും എനിക്ക് പ്രശ്നമില്ല കേട്ടോ. ഒന്നും നാണവമാനം ഇല്ലാത്തവരാണ് സ്വന്തം. തീരെ ആരായാലും വിശേഷം പറയും. ബ്രദറെ അവിടെ രീതിക്കവിടെ യേശുവിന്റെ നാമം സ്വതന്ത്രം ചെയ്യുന്നല്ലേ. അവിടെ ഈ ആത്മാവിനെ കൊണ്ടു സ്വതന്ത്രം ചെയ്യും. മരിച്ച സ്വർഗത്തിൽ പോകും.
അത്ര വിശ്വാസത്തോടെ അന്തസ്സോടെ സുവിശേഷം പറയുന്ന യേശുവിന്റെ നാമത്തിൽ സ്വതന്ത്രം ചെയ്യുന്നു, സ്വതന്ത്രം ചെയ്യുന്നു, സ്വതന്ത്രം ചെയ്യുന്നു, സ്വതന്ത്രം ചെയ്യുന്നു, സ്വതന്ത്രം ചെയ്യുന്നു, സ്വതന്ത്രം ചെയ്യുന്നു. അങ്ങനെ നമുക്ക് വല്ല അറിയാമോ? അച്ഛനെ ഉപദ്രവിക്കാൻ കിട്ടിയിടത്തൊക്കെ ഉപദ്രവിച്ച ആൾക്കാർ എന്തിനാ? പാപം വിട്ട് എല്ലാം വിട്ട് ദൈവത്തെ അറിഞ്ഞ് നമ്മൾ കള്ളുകുടിച്ചും വൃത്തികേട് കാണിച്ചും കുഴപ്പമുണ്ടാക്കി അടിപിടി കൂടി നടന്നപ്പെടുന്നു. ആർക്കും ഒരു കുഴപ്പമില്ലായിരുന്നു. വീട്ടുകാർ കുഴപ്പമുണ്ടോ? ഞാനും മിക്കവാറിലൊക്കെ അത്യാവശ്യമുള്ള ആളായിരുന്നു. പക്ഷെ ഇന്ന് എന്നെ തെള്ളിയിട്ടടിച്ചാൽ ഒരക്ഷരം ഒരു മനുഷ്യന്റെ കൂടെ തിരിച്ചു പിരിയാത്ത ഒരാളാണ് ഞാൻ. സ്വന്തം ഇവർക്കൊക്കെ അനുഭവം എന്നെ എനിക്കറിയില്ല. ദൈവത്തിന് സ്വത്രം. പക്ഷേ നമുക്കത് പറയാൻ പോലും വ്യവസ്ഥയില്ല. ഹല്ലേലൂയ. പാരമ്പര്യം വിടാത്തവർ ഇതൊക്കെ കേൾക്കുമ്പോ എപ്പോഴും വലിയ ദേഷ്യമാണ്. എന്തൊക്കെ വന്നിട്ടും പാരമ്പര്യം ഇതുവരെ ഇട്ടിട്ടില്ല. സ്വത്രം ചെയ്യുന്നു, സ്വത്രം ചെയ്യുന്നു, സ്വത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അങ്ങനെ 1996 എന്റെ മൂത്ത മകളെ പൂർണ്ണ ഗർഭിണിയായപ്പോ, ഹല്ലേലൂയ, 1996 ഏപ്രിൽ മാസം മെയ് മാസമാണ് എന്റെ മോളെ പ്രസവിക്കാനുള്ള എന്റെ ഭാര്യയുടെ ഡേറ്റ്. അവളിന്ന് ഡോക്ടറാണ്. സ്വതന്ത്രം ചെയ്യുന്നില്ലേ? അന്ന് ഓർത്തഡോക്സ് പള്ളിയിൽ ഞങ്ങൾ ചെന്ന് നിൽക്കുമ്പോ ഓർത്തഡോക്സ് പള്ളിയിൽ അന്ന് പുരോഹിതനായിരുന്ന അച്ഛൻ അനൗൺസ് ചെയ്തു, ഇങ്ങനൊരുത്തൻ ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനൊരുത്തൻ ഒരു വിലയില്ലാത്ത രീതി. എന്താ നമ്മൾ പറയുന്നു? ഇങ്ങനൊരുത്തനാ ലോകത്തിൽ ഏറ്റവും വലിയ വിലയുള്ളവൻ, നേരായി ജീവിക്കണം. സ്വതന്ത്രം ചെയ്യുന്നു. നിങ്ങളെയൊക്കെ സമീപിക്കും, വീട്ടിൽ കയറ്റരുതോട്. ദൈവമക്കളെ, ഞാനും കേട്ടു. ഞാനാരാ? മുതലാളി, കാശുള്ളവൻ, പിടിപാടുള്ളവൻ. അങ്ങനെയുള്ളവർക്ക് ഇല്ലയോ പാവങ്ങളെ എടുത്തിട്ട് തല്ലാൻ വലിയ ആഗ്രഹം അല്ലേ? അതൊന്നുമല്ല ശരി എന്ന് ഞങ്ങൾക്ക് ആത്മാവ് വന്നപ്പോ ഞങ്ങൾ പഠിച്ചു. സ്വതന്ത്രം ദൈവമക്കളെ, ഒറ്റയാഴ്ച കഴിഞ്ഞപ്പോ എനിക്കന്ന് ഒരു സ്ഥാപനമാണ്, ഒറ്റ സ്ഥാപനം. 3 വർഷം കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ലേ ഒരു സ്ഥാപനം തുടങ്ങി. അന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോ ഉച്ചയ്ക്ക് ഞാൻ ഭക്ഷണം കഴിക്കാനായി അബുദാബി പാസ്പോർട്ട് കൊണ്ട് 2ാമത്തെ നിലയിൽ ഫ്ലാറ്റിൽ ഞാനും എന്റെ ഭാര്യയും മാത്രം ഭക്ഷണം കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കുമ്പോ ഒരു ബെല്ലടി ശബ്ദം കേട്ടു. ഹല്ലേലൂയ. ഞാൻ വാതിൽ തുറന്നപ്പോ എന്റെ ഒരു കൂട്ടുകാരൻ ബന്ധക്കോസുകാരനും കൂടെ ഒരാളുണ്ട്. എനിക്ക് പെട്ടെന്ന് പിടിയിട്ടില്ല. കാരണം എന്താ? ഉപ്പായൊക്കെ കഴിച്ചു കളഞ്ഞിട്ട് താടിയും മീശയൊക്കെ വടിച്ചു കളഞ്ഞ് പാൻറ് ഉടുപ്പ് ഇട്ടപ്പോ വെളുത്ത മനുഷ്യനാ. എനിക്ക് പെട്ടെന്ന് പിടികിട്ടിയില്ല. എന്റെ കൂട്ടുകാരൻ കൂടെ ഉണ്ടപ്പോ ഞാൻ അകത്ത് കയറിയിരിക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. അകത്ത് കയറിയിരുന്നു. എന്നാ ഇത് എന്നെ തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് 18 വർഷം മുമ്പ് എല്ലാവരും ഒന്ന് കേട്ടോ, ദൈവമക്കളെ ചീത്ത വിളിക്കാനോ ഉദ്ധരിക്കുന്നതിനൊക്കെ സ്വതന്ത്രം ചെയ്യുന്നില്ലേ? സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കയറിയിരുന്നു. എന്നെ പരിചയപ്പെടുത്തി. എന്ത് പരിചയപ്പെടുത്തി? ഇത് ടാർസൻ തോമസ്. എന്റെ അപ്പയിട്ട പേരാ. എല്ലാവർക്കും അറിയാം. ഈ പേര് വലിയ ചില സമയം വലിയ വിഷയമാണ്. കാരണം വേറെ ആർക്കും ഇല്ലാത്തോണ്ട്. ഇവിടെ ബിസിനസ് ചെയ്യുകയാണ്. അച്ഛനറിയാം. അച്ഛൻ അനങ്ങാതിരിക്കുകയാണ്. അച്ഛൻ അങ്ങനെ മിണ്ടുന്നില്ല. അച്ഛൻ ഇവിടെ ബിസിനസ് ചെയ്യുകയാണ്. ഓർത്തഡോക്സ് പള്ളിയിലാ പോകുന്നതെന്ന് പറഞ്ഞു. സ്വതന്ത്രം ചെയ്യുന്നില്ലേ? എന്നോട് ചോദിച്ചു, ഇദ്ദേഹത്തെ മനസ്സിലായോ? ഞാൻ പറഞ്ഞു, എനിക്ക് പിടികിട്ടിയില്ല. ഇതാണ് പുതുപ്പള്ളി അച്ഛൻ. അടുത്ത പറഞ്ഞ ഇതറിയാമോ? യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വന്നെന്ന് പറഞ്ഞു തീർന്നില്ല. എന്നിലുള്ള ജഡിക മനുഷ്യൻ എഴുന്നേറ്റ് ഞാൻ പറഞ്ഞു, എഴുന്നേറ്റോ നാണമില്ലാത്തവനെ, കുപ്പായ വെച്ചിട്ട് വന്നേക്കുന്നോടോ, ഇറങ്ങടാ വിളിയുന്നു, ഇറങ്ങടാ വിളിയുന്നത്. എന്റെ ഭാര്യ അടുക്കളയിൽ നിന്ന് ഓടി വന്നു. മൂന്ന് ഗർഭിണി എന്നെ പറഞ്ഞു, ഒന്നും പറയുന്നു. ഞങ്ങൾ കേറിപ്പറിയാത്ത ഇവനെ ഒന്നും കണി കാണാൻ പോലും കൊള്ളിയരുത്. ഇന്നും യഥാർത്ഥമായി ദൈവസന്നിധിയിൽ ജീവിക്കുന്നവരെ കുറിച്ച് കുടുംബക്കാരും നാട്ടുകാരും പറയുന്നത് അതിനെയൊന്നും കണി കാണാൻ കൊള്ളത്തില്ല. ഹല്ലേലൂയ. ഞാൻ എന്റെ വായി വന്ന ചീത്ത മൊത്തം വിളിച്ചു വിളി. ഞാൻ അറിയപ്പെടാൻ. ഞാൻ ആരാന്ന് നിനക്കറിയാമോ?
ഞായറാഴ്ച കാശുള്ളവൻ, പിടിപാടുള്ളവൻ, എന്ത് ചെയ്യാൻ തന്റെ ഇടമുള്ളവൻ എന്നാ വിചാരം. എന്നാൽ എന്റെ ദൈവം പറയുന്നു, മനുഷ്യ നീ വെറും ഒരു ശ്വാസമത്രേ. ഞാനുള്ളപ്പോഴും എന്നെ ഞാൻ പറയും, ഇയാളുടെ പ്രസംഗിക്കുകയും വേണ്ട, ഇയാളുടെ സൂചന നാണമില്ലാത്തവൻ. 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോ ഒരക്ഷരം പോലും മിണ്ടാതെ ആ മനുഷ്യൻ ഇങ്ങനെ എഴുന്നേറ്റ്. കേട്ടോണം, ഞാൻ എന്നാ വിശ്വാസത്തിൽ വന്നതെന്നറിയാമോ? 2014 ഡിസംബറിൽ, എന്നാ 2014 ഡിസംബറിൽ ഞാൻ 11 വയസ്സേ എനിക്കായിട്ടുള്ളൂ. എവിടെ? കർത്താവിന്റെ സന്നിധി. ഹല്ലേലൂയ. എനിക്ക് ആരും തന്ന ഔദാര്യമല്ല. പൗലോസ് പറഞ്ഞ പോലെ 40, 21, 40, 21, 40, 21 ഒക്കെ മാറി മാറി ഇരുന്ന് ദൈവപാദമിടത്തെങ്കിലും എന്ന് ബൈബിൾ വായിച്ചിട്ട് കിട്ടിയതാ. അല്ലറിയാ ദൈവത്തിന് മഹത്വം. നമുക്കറിയാം, മനുഷ്യൻ ഇറങ്ങിപ്പോകുന്നതിനുണ്ട്. എന്നെ കേൾക്കുന്ന ദേശമേ, ഞങ്ങൾ വിശ്വാസം കൊണ്ട് നിങ്ങളോട് സ്നേഹമുണ്ടായത്. ഞങ്ങളൊരു മനുഷ്യനെ നോക്കി യഥാർത്ഥമായ ഒരു ദൂത് പറഞ്ഞ് ഞങ്ങളുടെ ജീവൻ പോകുന്നതിന് മുമ്പ് അത് ഞങ്ങളുടെ കൺമുമ്പിൽ സംഭവിക്കും. ദൈവമക്കളുടെ മേളിലൊന്നും ആരും കവച്ച് ചെയ്യാറുണ്ട്. സ്വതന്ത്രം ചെയ്യുന്നുണ്ട് അല്ലെ? അബദ്ധത്തിലൊന്നും നിൽക്കില്ലേ? ഞങ്ങളെ അടികൊള്ളും, ചീത്തവിളി കേൾക്കും. ഞങ്ങളെ ഞാൻ എല്ലാം പറഞ്ഞു, ഞങ്ങളെ കൊന്നാല്, ഞങ്ങളെ കൊന്നാ ഞങ്ങള് സ്വർഗത്തിൽ പോകും. കൊല്ലുന്നവനോ ജയിലിൽ പോയി ഉണ്ടതില്ല. സ്വതന്ത്രം ചെയ്യും. ഗവൺമെന്റ് നിയമമുണ്ട്. പിന്നെ നമ്മുടെ ആൾക്കാർ വല്ല കരുണയുള്ളവരാണെങ്കിൽ പോയി എഴുതി കൊടുക്കും, ഇവരെ വെറുതെ വിട്ടേക്കാൻ. അതേ ഉള്ളൂ. ദൈവത്തിന് മഹത്വം. അതിന് ആത്മാവ് വരണം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. കേട്ടോ, സ്തോത്രം ചെയ്യും. അങ്ങനെ കേട്ടോ, എന്റെ അച്ഛ എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് ആ മനുഷ്യൻ ഇരുന്ന ആളെ പോലല്ലായിരുന്നു. അതിൽ അന്നേക്ക് 18 വർഷങ്ങൾക്ക് മുമ്പ് എഴുന്നേറ്റിട്ട് ഇടത്തേക്ക് അച്ഛന്റെ നെഞ്ചത്തോട്ട് പടപട അടിച്ചിട്ട് വലത്തേക്ക് എന്റെ നേരെ ചൂണ്ടിക്കൊണ്ടൊരു ഒറ്റ വിളി, അവിടെ മൊത്തം മുഴങ്ങിക്കെട്ടി അന്തം വിട്ടു. ഏത് ശബ്ദമാണ് അത്? പരിശുദ്ധാത്മാവിന്റെ ശബ്ദം. സഹോദര, എന്നേക്കാൾ വഴിയായി ലോകത്തിന്റെ അറ്റത്തോളം ഇന്നെനിക്കുള്ള കൃപാവരം ഉൾപ്പെടെ എന്നെ തെരഞ്ഞെടുക്കുന്നതിന് 18 വർഷങ്ങൾക്ക് മുമ്പ് അച്ഛന്റെ വായിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറഞ്ഞു, പാലനിൽ എന്നേക്കാൾ വഴിയായി ലോകത്തിന്റെ അറ്റത്തോളം പോയി ധൈര്യത്തോടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം പറയുന്ന ഒരാളാക്കി. സഹോദരന്റെ ദൈവം മാറ്റി. ഞാൻ പറഞ്ഞു, ഇറങ്ങണ വേണം, എന്നെ കിട്ടത്തില്ല, അതിന് വേറെ ആളെ നോക്കാൻ പറഞ്ഞു. സ്വന്തം ചെയ്തു. എന്നെ കിട്ടത്തില്ല, അതിന് വേറെ ആളെ നോക്കാൻ പറഞ്ഞു. പാസ്റ്ററേ, നിങ്ങളൊന്ന് കേട്ടോ നാട്ടുകാരെ, 18 വർഷം എന്റെ പുറകെ യേശു ഉണ്ടാകുന്ന അറിഞ്ഞില്ല. നിങ്ങൾ കേട്ടോ, ഇങ്ങോട്ട് കേട്ടാട്ടെ, മൈക്ക് അതൊക്കെ നിങ്ങൾ നോക്കണ്ട, ഇങ്ങോട്ട് നോക്കേ. ദൈവാത്മാവ് എന്നോട് പറയും, ശബ്ദം അറിയാം. സ്വതന്ത്രത്തിൽ അല്ലേ? കാരണം ഈ പ്രസംഗിക്കാൻ ഒരു സുഖം അറിയാം. നിങ്ങളിങ്ങനെ ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്നുണ്ടാ സ്വതന്ത്രത്തിൽ. അല്ലേ? അല്ലാത്തവർക്കൊന്നും ഇവിടെ ഒന്നും പ്രസംഗിക്കുകയല്ല. സഖ്യോ മാമേ? ഇല്ല, പ്രാർത്ഥന വേണം. സ്വതന്ത്രത്തിൽ അല്ലേ? അല്ലേ? നോക്കിക്കേ, ഒരു സ്ഥാപനത്തിൽ നിന്ന് 2 സ്ഥാപനം, 3 സ്ഥാപനം, 4 സ്ഥാപനം. ഈ 2000-ൽ 20 കോടി മുടക്കി വലിയൊരു ഫാക്ടറി അജ്മാനിൽ. എല്ലാം തുടങ്ങി മാസ്റ്ററെ. ഏക്കർ കണക്കിന് പുരയിടം മേടിച്ചു. എന്തിനായത്? ദൈവം മുന്നമേ ഒരുക്കും. തെരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കളെ വീട്ടിൽ ചാപ്പാട് പഠിച്ച് ഇങ്ങനെ കുമിഞ്ഞുകൂടി ഇരിക്കരുത്. സ്വതന്ത്രം ചെയ്യുന്നില്ലേ? എല്ലാവർക്കും സുവിശേഷം പറഞ്ഞു വെച്ചു. സുവിശേഷം പറയാത്ത ഒരെണ്ണം സ്വർഗത്തിൽ പോയത് വേദത്തോടുത്തായിരുന്നു. സുവിശേഷം പറയാതെ നീ എത്ര കഷ്ടപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാര്യമില്ല. സ്വതന്ത്രം ചെയ്തു. അല്ലെങ്കിൽ എനിക്കിത് കഷ്ടപ്പെട്ട് കിട്ടിയതാ. ഇത് കിട്ടിയതോടെ പറയാം, പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് ഞാൻ പറയും. സ്വതന്ത്രം. അതുകൊണ്ടാണ് ഞാൻ പേടിക്കാത്തത്. കേട്ടോ, അല്ലേ? ഉണ്ടതിന് ഞാൻ ജയിലിൽ പോകാൻ ഒരു വഴിയിൽ അവിടെ കിടന്നാ കിട്ടിയത്. സ്വതന്ത്രം.
ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അങ്ങനെ എല്ലാമായി കോടിക്കണക്കിന് വസ്തു മേടിച്ചു, കോടിക്കണക്കിന് ആങ്കിലിട്ടു. എന്നെ നാട്ടുകാർ സ്നേഹിക്കാൻ ഞാനിത് പച്ചയായിട്ടാ പറയുന്നത്. ഒരു കാരണമുണ്ട്, എന്താ അറിയാമോ? ഇന്നും എന്റെ സമ്പാദ്യത്തിൽ പകുതിയിലേറെയും ഞാൻ ദാനധർമ്മം ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. സ്വതന്ത്രത്തിൽ ഇന്ന് പരിജ്ഞാനത്തോടെയും അന്ന് യാതൊരു പരിജ്ഞാനമില്ലാതെ. ഹല്ലേലൂയ. തലവൂർ ക്ഷേത്രം എന്ന് പറഞ്ഞ ക്ഷേത്രമുണ്ട്. ഹല്ലേലൂയ. തൃശൂർ പൂരം കഴിഞ്ഞാൽ ഏറ്റവും വലിയ പൂരമാണ് തലവൂർ പൂരം. ഇവിടെ നിന്നൊക്കെ ചുട്ടും കെട്ടിക്കൊണ്ട് കുളത്തൂർ പുഴയുന്ന ആൾക്കാർ അവിടെ കമ്പം കാണാൻ വന്നിട്ടുണ്ട്. തലവൂർ കമ്പം. ഹല്ലേലൂയ. ഒരുപാട് കരക്കാരുള്ള അമ്പലമാണ്. അവിടെ ഉത്സവത്തിന് 2013 വരെ 2009 മുതൽ 2013 വരെ ആ ഉത്സവത്തിന് ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കുന്ന ഒരു ക്രിസ്ത്യാനിയാണ്. ഏറ്റവും കൂടുതൽ പൈസ അമ്പലക്കാരെ കണ്ടിട്ടുണ്ട്. മത്സരക്ക് പുഴുക്കുന്ന ശശിയും ദേവസ്യ തോമസും മിന്നൽ ശ്രീധരനും അല്ലെങ്കിൽ കമ്പം പൊട്ടിക്കുമ്പോൾ മത്സര കമ്പത്തിന് മാർക്കിടുന്ന ഒരാളാണ് ഞാൻ സ്വതന്ത്രത്തിൽ. അതിനുവേണ്ടി ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് നാട്ടിൽ വരും. VIP ആയിട്ട്. അവിടുത്തെ പള്ളികൾ, മുസ്ലിം പള്ളികൾ, പാവപ്പെട്ട പിള്ളേർ കിടക്കുന്ന സ്കൂളുകൾ. നിങ്ങൾ വടവട്ട് പോയി. ഇവിടെ പാണ്ടിയിലൊന്നും അല്ല കേട്ടോ, ഇവിടെ ബന്ധക്കാരൊക്കെ ഉണ്ട്. അതൊക്കെ അന്വേഷിച്ചാൽ മതി. ഹല്ലേലൂയ. പാവപ്പെട്ട പിള്ളേർ കിടക്കുന്ന സ്കൂളുകൾ. ഇത് ലൈവിൽ കൂടെ പ്രസംഗിക്കുന്നത് കേട്ടോ. 10 വർഷം കൊണ്ട് പ്രസംഗിക്കുക. സ്വപ്നം ചെയ്തു. അങ്ങനെ ഒരുപാട് ഗവൺമെന്റ്, വില്ലേജ് ഓഫീസ്, ഹെൽത്ത് സെന്റർ എന്നും വേണ്ട ദേവസ്വം ബോർഡ്. ഇന്നും തലവൂർ ദേവസ്വം ബോർഡിൽ മാറി മാറി വരുന്ന ഭരണാധികാരികളെടുത്ത് ദേവസ്വം ബോർഡിനകത്ത് പോയി ബൈബിൾ എടുത്തോണ്ട് സുവിശേഷം പറയുന്ന ഒരാളാണ് ഞാൻ കേട്ടോ. പഞ്ചായത്ത്, തലവൂർ പഞ്ചായത്തിൽ, മേലില പഞ്ചായത്തിൽ, കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി 1.5 മണിക്കൂർ എനിക്കുണ്ട് കേട്ടോ. ഹല്ലേലൂയ. എന്നോട് ഇപ്പം പറയും. പിന്നെ ആദ്യത്തെ എന്റെ യാത്ര എവിടെയാണെന്ന് അറിയാമോ? ആദ്യം ഞാൻ സുവിശേഷം പറഞ്ഞത് അല്ലേലൂയ അബുദാബിയിൽ നിന്ന് ആദ്യത്തെ അന്ന് ലീവിന് വന്നതാ. സ്വതന്ത്രം ചെയ്തു. ലീവ് എന്ന് പറഞ്ഞാൽ എന്റെ ആണല്ലോ, എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ. ആദ്യമായി രക്ഷ കിട്ടിയപ്പോ ആദ്യമായി ഞാൻ ദേശത്ത് വന്നിട്ട് ആദ്യം വേദപുസ്തകം കൊണ്ടുപോയത് ഇന്നേക്ക് അല്ലേലെ 4 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ബാവാത്തിന് വേണ്ടിയിട്ടാണ്. ദേവലോക വരമരച്ച് ആദ്യം ബൈബിൾ എടുത്തോണ്ട് സുവിശേഷം പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് മലങ്കര കത്തോലിക്കല് അല്ലേലിയ കിഴക്കത്തിലുള്ള അല്ലല്ല കിഴക്കത്തിലുള്ള ഇന്നത്തെ അവരുടെ മലങ്കരയുടെ വലിയ തിരുമേനിയാണ് അല്ലെങ്കിൽ മാർ ഇഗ്നാത്യോസ് തിരുമേനി അടുത്താണ് അടുത്ത പൊട്ടിച്ചത്. സ്വത്രം അതെ ഡ്രൈവർ ചോദിച്ചാൽ മതി. ഹല്ലേലൂയ. ദൈവത്തിന് സ്വത്രം. അതുകൊണ്ട് അങ്ങനെ അവരൊക്കെ നമ്മുടെ സഹായങ്ങൾ വേണമായിരുന്നു ഒരു സമയം. ഹല്ലേലൂയ. ദൈവത്തിന് സ്വത്രം. നമ്മൾ പാർട്ടിയിലായിരുന്നു. സ്വത്രം ചെയ്യും. അതൊന്നും അഹങ്കാരം പറയുകയല്ല. അങ്ങനെ ആദ്യം മൊത്തം ആശ്രമങ്ങളും തിരുമേനിമാരെടുത്തും അച്ഛന്മാരും എന്നെ ഉപയോഗിച്ചെടുത്തെല്ലാം ഞാൻ ഈ പുത്തമായിട്ട് പോയി. ഇന്ന് വരെ ആരും മറുപടി പറഞ്ഞിട്ടില്ല കേട്ടോ. പറ്റത്തില്ല. നമ്മളെ പേടിച്ചല്ല എന്തുവാ ധന്യം ചൊൽകട്ടെ നിദേവം ഞങ്ങൾ നിങ്ങളെ അറിയിച്ചതൊഴി ചിങ്ങരുവെന്നറിയിച്ചാൽ വാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയിൻ ശാപം. പലതരം മലങ്കര കത്തോലിക്കൽ കൊണ്ടുപോയി. സ്വതന്ത്രം ചെയ്യുന്നു. അതിൽ അവിടെ ഇരിക്കെ സ്വതന്ത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആ പലതരം ഉപദേശങ്ങള് മലങ്കര കത്തോലിക്ക ഓർത്തഡോക്സിൽ നിന്ന് പോയതാ. സ്വതന്ത്രം ചെയ്തു. പഠിപ്പിച്ചു തരാം. സ്വതന്ത്രം ചെയ്യുന്നു. അതെ, അതുകൊണ്ട് അവിടെ ഉണ്ടെന്ന്. അതുകൊണ്ടല്ലേ പറഞ്ഞേ സ്വതന്ത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പലതരം ഉപദേശങ്ങളഹോ പാരിൽ നല്ലത് നമ്മൾ തമ്മി വേണം. അതാണ് അതിന്റെ. ഞാൻ പുള്ളിയെ കുറ്റം പറയുന്നില്ല. അങ്ങനെ ഒരു സ്റ്റേഷൻ അല്ല ഇത്. ഹല്ലേലൂയ. സ്വതന്ത്രം ചെയ്യുന്നു. പലതരം. അദ്ദേഹം കുഴപ്പക്കാരനൊന്നുമല്ല. സ്വതന്ത്രം. ഹല്ലേലൂയ. പലതരവും നമ്മളൊക്കെ അകത്തൊക്കെ ഓരോരുത്തർ ഇങ്ങനെ ഇട്ടിട്ട് ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. അങ്ങനല്ല. സ്വതന്ത്രം ചെയ്യുന്നു. പലതരം ഉപദേശങ്ങളഹോ പാരിൽ മുളച്ചു പരക്കുന്നു. ദൈവത്തിനുപദേശം അവസാനിപ്പിപ്പോൾ ധന്യൻ. 95 വയസ്സുള്ള എന്റെ അപ്പനോട് ചോദിച്ചു. അതെ 95 വയസ്സുള്ള എന്റെ അപ്പനോട് ഈ പാട്ട് പാടി 95 വയസ്സുള്ള എന്റെ അപ്പനോട് ഈ പാട്ട് പാടി കേൾപ്പിച്ചിട്ട് എന്റെ അപ്പനോട് ചോദിച്ചു, അപ്പച്ച ഇതിന്റെ അർത്ഥം എന്തുവാ? എല്ലാ ആഴ്ചയും പള്ളി പോയി
ഈ അർത്ഥം യഥാർത്ഥമായി പറഞ്ഞു തരാമെങ്കിൽ ഇപ്പം ഭക്താരക്കര ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റിൽ 15 കോടി കിട്ടുന്ന വസ്തു കൊണ്ട് എഴുതി കൊടുക്കാമെന്ന് എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. സ്വന്തം നിങ്ങളുടെ അടുത്തല്ല, ബന്ധുക്കോസാരുടെ അടുത്തല്ല. സ്വത്രം ചെയ്യും. എന്തോ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം എന്തോന്ന് പറയും? ഇപ്പൊ പറയും, ഇനി തരത്തില്ല. സ്വത്രം ചെയ്യും അല്ലേ? അതിന്റെ അർത്ഥം ഗലാത്യ എഴുതിയ ലേഖനം. ഈ പാട്ട് എവിടുന്ന പണി? ഗലാത്യ എഴുതിയ ലേഖനം 1-ാം അധ്യായം 8-ാം വാക്യം. ഒന്ന് വായിച്ചാട്ടെ മൈക്ക് കൂടെ, പെട്ടെന്ന്. ഓ അല്ലേ, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി സാക്ഷാൽ ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ അതിനെ മാറ്റി അറിയിച്ചാലും അറിയിക്കുന്നവൻ ദൈവത്തിന്റെ സന്നിധിയിൽ ശപിക്കപ്പെട്ടവൻ. കണ്ടോ? അപ്പോസ്തലന്മാർ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞത്, ഞങ്ങൾ അറിയിച്ച ഈ സുവിശേഷത്തിന് വിപരീതമാണ്. സാക്ഷാൽ ഞങ്ങൾ വിവരക്കേട് വന്നിട്ട് ഞങ്ങൾ തിരിച്ചു വന്നതിനെ മാറ്റി അറിയിച്ചാലും, ഇനി സ്വർഗത്തിലൊരു ദൂതൻ വന്ന് ഇതിനെ മാറ്റി അറിയിച്ചാലും അറിയിക്കുന്നവൻ ദൈവസന്നിധിയിൽ ശപിക്കപ്പെട്ടു. വെളിപ്പാട് പുസ്തകത്തിൽ ഏറ്റവും അവസാനത്തെ അധ്യായമായ 22-ാം അധ്യായത്തിൽ അതിന്റെ 18-ാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. ഒന്ന് വായിച്ച് ആദ്യത്തെ ഭാഷ. ഈ പ്രവചന പുസ്തകത്തിലെ വചനം കേൾക്കുന്ന യവനോടും ഞാൻ സാക്ഷീകരിക്കുന്നതെന്തെന്ന്. അതില് ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും, ക്രിസ്ത്യാനിയോടൊന്നല്ല, ഹിന്ദുവിനോടൊന്നല്ല, മുസ്ലിമിനോടൊന്നല്ല, ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നുണ്ടെന്നാൽ, ദൈവം പറയാൻ, ഞാൻ സാക്ഷീകരിക്കുന്നുണ്ടെന്നാൽ ഇതിനോട് ആരെങ്കിലും വല്ലതും കൂട്ടിയാൽ ഈ പുസ്തകത്തിലെ ബാധകളെ ദൈവം, ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ബാധകളെ ദൈവം അവന് വരുത്തും. അതാ കൊറോണ, പിന്നെ മറ്റേത് ഇനി വരാണ്ടൊരുപാട് വരും. ഈ പ്രവചന പുസ്തകത്തിലെ ഈ പ്രവചന പുസ്തകത്തില് വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവർഷത്തിലും വിശുദ്ധ നഗരത്തിലും സ്വർഗരാജ്യത്തിലേക്കുള്ള അംശം എന്നേക്കുമായി ദൈവം അവരിൽ നിന്ന് നീക്കിക്കളയും. ഹല്ലേലൂയ. ഇതിനകത്തുനിന്ന് വള്ളിപുള്ളി മാറ്റാൻ ആർക്കും വ്യവസ്ഥയില്ല. ആരുടെ കൂടെ യേശു ഇല്ലാത്ത? നരേന്ദ്രമോദി യേശുവിനെ കൊണ്ടല്ലേ നടക്കുന്നത്, അമിത്ഷാ യേശുവിനെ കൊണ്ടല്ലേ നടക്കുന്നത്. ഇവിടുത്തെ ലോകത്തിലുള്ള സകല ഭൂഖണ്ഡങ്ങളിലും മനുഷ്യനായി ജനിച്ചവനല്ല ആരെ കൊണ്ട് അബദ്ധം നടക്കുന്നത്. എന്തോ തെളിവുണ്ട് പറഞ്ഞുതരാ. ഇന്നലെ ക്ലാസ്സുകളെ പ്രസംഗിച്ചു. ഇന്നലെയാണോ? ഇന്നലെ അല്ല. എന്തോ തെളിവ് പറ. എന്നാന്ന് യേശുവിനെ ഒന്നും വേണ്ടാന്ന് വെക്കട്ടെ, ധൈര്യം ഉണ്ടെങ്കിൽ. അവരറിയാത്തോണ്ട് കുറ്റം പറയും. എന്നാ കേട്ടോ, യേശുവിനെ ഒഴിവാക്കി ഒരു മനുഷ്യനും ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. തമ്പുരാൻ സ്ഥാപിച്ചതാണ്. നിന്റെ വീട്ടിനകത്ത് തൂക്കിയിട്ടിട്ടുണ്ട് യേശുവിനെ. നരേന്ദ്രമോദിയും തൂക്കിയിട്ടിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ്, ഉഗാണ്ടക്കാരനും റഷ്യക്കാരനും സകലവനും ഇത് തൂക്കിയിട്ടുണ്ട്. കലണ്ടർ സ്വതന്ത്രം ചെയ്യുന്നത് നിന്റെ സർട്ടിഫിക്കറ്റിലും, നിന്റെ ആധാർ കാർഡിലും, നിന്റെ റേഷൻ കാർഡിലും, നിന്റെ പാസ്പോർട്ടിലും, നിന്റെ ക്ലോക്കിൽ നീ സമയം നോക്കുന്നതും ഒക്കെ ആരെയാ? എന്നാ നീ ആധാർ കാർഡ് എടുത്ത് ധൈര്യം ഉണ്ടെങ്കിൽ നീ റേഷൻ കാർഡ് എടുത്ത് കള, നീ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുത്ത് കള, പാസ്പോർട്ട് എടുത്ത് കളയത്, നീ ക്ലോക്ക് എടുത്ത് അടിച്ചു പൊട്ടിക്കുന്നു. നടക്കുമോ വാസേ? നടക്കത്തില്ല. കാരണം ഇത് ഇംഗ്ലീഷുകാരോ ക്രിസ്ത്യാനിയോ കൊണ്ടുവന്നതല്ല. ഇംഗ്ലീഷുകാരോ ക്രിസ്ത്യാനിയോ കൊണ്ടുവന്നെങ്കിൽ എന്നേ മുസ്ലിങ്ങൾ ഇതെടുത്ത് മാറ്റിയാണ് ഈ വർഷം. അവന്റെ ഖുറാനിൽ വർഷമുണ്ട്. ഹിന്ദുക്കളിൽ എന്നേ എടുത്ത് അയ്യത്ത് കളഞ്ഞാന് അവന്റെ അതിനകത്തും വർഷമുണ്ട്. ഇല്ലയോ പക്ഷേ? അല്ലേ? പക്ഷേ ഇത് സ്വർഗത്തിലെ ജീവിക്കുന്ന ദൈവം സ്ഥാപിച്ചതായതുകൊണ്ട് ഒരുത്തരും ഇതെടുത്തൊന്നും കളയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്നിട്ട് 18 വർഷം എന്റെ പുറേ ദൈവം നടന്നു. എല്ലാ സെറ്റപ്പുമായി ഞാനിതിനെ മറുതലിച്ചു. അതിലേക്ക് പലരെയും എന്റെ അടുത്ത് വെച്ച് കാലുമടക്കി അടിച്ചു. എന്നേക്ക് അങ്ങനെ 11 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ അടുത്ത് ദൈവം ഇറങ്ങി.
എങ്ങനെ ഇറങ്ങിയെന്നറിയാമോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവനായ, അബുദാബിയിലും കത്തോലിക്കക്കാർക്കും ഓർത്തഡോക്സുകാരനും ബന്ധക്കോസുകാരനും സകലർക്കും എന്നെ അറിയാവുന്നവർക്കൊക്കെ വലിയ ഇഷ്ടപ്പെട്ടവനായ, നാട്ടിലെല്ലാവർക്കും എന്നെ ഇഷ്ടപ്പെട്ട എന്നെ, ഒരു തെറ്റും ചെയ്യാത്ത എന്നെ, അതിന്റെ സമയമായപ്പോ എന്റെ പണം കണ്ടുകൊണ്ടല്ല, എന്റെ മസിൽ പവർ കൊണ്ടല്ല, എന്റെ കുടുംബ മഹിമ കൊണ്ടല്ല, എന്നെ കേൾക്കുന്ന മനുഷ്യ നിന്റെ ഉള്ളിൽ വിലയേറിയ ഒരു ആത്മാവുണ്ട്. ആത്മാവിനെ നശിപ്പിച്ചു കളയാൻ എന്റെ ദൈവത്തിന് പദ്ധതിയില്ലായിരുന്നു. നിങ്ങൾക്കറിയാം, എന്റെ സ്പോൺസറെ കൊണ്ട് ലേശു കയറി ഒരു കുറ്റവും ചെയ്യാത്ത എന്നെ അബുദാബി CID പിടിച്ച്, നിങ്ങളെല്ലാരും ഞാൻ പറയുമ്പോ ചിരിക്കുമല്ലോ, നാട്ടുകാരൊക്കെ എന്നെ സുവിശേഷം പറയും, എതിർക്കുമല്ലോ. ഇതിന് വലിയ വില കൊടുത്തത് ആ പാസ്റ്ററെ സ്വത്രം ചെയ്യുന്നു. അതിന്റെ ഭാഷ കേട്ട ഈ ബാലേന്ദ്രൻ പാസ്റ്റർ എപ്പോഴും കരയും, സ്വത്രം ചെയ്യുന്നല്ലോ, ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നെ CID പിടിച്ചു കൊണ്ടുപോയിട്ട് എന്റെ ഭാര്യയും കൊച്ചുങ്ങളും എല്ലാം അബുദാബിയിലുള്ളപ്പോ അത് സുപ്രഭാതത്തിൽ എന്നെ വിളിച്ചകത്ത് കയറ്റിയിട്ട് ഒരു റൂമിനകത്ത് കൊണ്ടുപോയിട്ട് ഒരു അറബി പേപ്പർ എടുത്ത്, എനിക്ക് അറബി പറയാൻ നല്ലപോലെ പറയും, അല്ല നല്ലൊരു സംസാരിക്കാൻ അറിയാം, എഴുതാനും വായിക്കാനും എനിക്ക് അറിയത്തില്ല. ഒരു അറബി പേപ്പർ എടുത്തിട്ട് ഇത് സൈൻ ചെയ്യാൻ പറഞ്ഞിട്ട് 6 പേരെന്റെ ചുറ്റും നിന്ന് എന്നെ വരട്ടിട്ട് ഒപ്പിടാൻ പറഞ്ഞു. സ്വതന്ത്രം ചെയ്യുന്നില്ല. ഞാൻ അന്തം വിടുകയാണ്. സ്വതന്ത്രം ഞാൻ ഇടത്തില്ലെന്ന് പറഞ്ഞു. എനിക്കറിയാം. ആടി ഉപദ്രവം തുടങ്ങി. എനിക്കറിയാം, ശിരസ് മുതൽ പാദം വരെ എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങി. ഞാൻ നിലവിളിക്കാൻ തുടങ്ങി. എന്റെ ആരോഗ്യം, എന്റെ സമ്പത്ത്, നീ മുതലാളി, നിന്റെ പണം. കർത്താവ് പറഞ്ഞു, ജീവനുള്ള മഹാദൈവം അടച്ചാൽ അവർക്കും തുറക്കാൻ പറ്റത്തില്ല. അല്ലേ? അടിച്ചുപദ്രവിച്ച് ഞാൻ തറ വീണു. എത്ര അടിയേക്കാൻ പറ്റും സഹോദര? ഈ ശരീരത്തിൽ എത്ര ഉപദ്രവേക്കാൻ പറ്റും? സ്വന്തം ചെയ്യും. എത്ര ഉപദ്രവേക്കാൻ പറ്റും? അത്രയും എന്നെ ഉപദ്രവിച്ച് ഞാൻ പിടിച്ചിരുന്നു. ഞാൻ നിലത്ത് വീണു. ഹല്ലേലൂയ. അവിടെ കിടന്ന് ഞാൻ നിലവിളിച്ചു. എന്റെ നിലവിളി ആരും കേട്ടില്ല. ആരും കിട്ടി. ഈ 6 പേരും. അവസാനം നിവൃത്തിയില്ലാതെ വന്നപ്പോ ഞാൻ ആ പേപ്പറിൽ സൈൻ ചെയ്തു. എന്നെ എവിടെ കൊണ്ടുപോയെന്ന് ആർക്കും അറിയത്തില്ല. ഇവിടുത്തെ പോലെ ഒന്നല്ല. ജില്ലാ സെക്രട്ടറി വിളിച്ചു പറയാൻ വിടാൻ, സംസ്ഥാന സെക്രട്ടറി വിളിച്ചു പറയാൻ വിടാനേ. ഇത് ഇന്ത്യയല്ല. സ്വതന്ത്രം ചെയ്യുന്നു. അകത്തിട്ട ഏതവനും കിടന്നേ പറ്റും. സ്വതന്ത്രം. പിന്നെ ഇന്ത്യക്കാരായിട്ട് ചോദിക്കാനും പറയാനും ഒരു വിലയില്ലാത്ത ആൾക്കാരാണ് വെളിയിൽ. എന്നുവെച്ചാൽ ഗൾഫ് രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ നമുക്ക് വിലയുണ്ട്. സ്വതന്ത്രം ചെയ്യുന്നു. ഞാൻ അതവിടെ പറഞ്ഞു നിർത്തുക. ഞാനതിൽ കൂടുതലൊക്കെ പറയണമുണ്ട്. അങ്ങനെ നിലവിളിച്ച് തറയെ വീണു. പേപ്പറിൽ സൈൻ ചെയ്തിട്ട് തന്നെ അവർ സെൻട്രൽ ജയിലിലടച്ചു. സ്വതന്ത്രം 7 മാസക്കാലം എന്റെ ഭാര്യയ്ക്കോ എന്റെ കൊച്ചുകൾക്കോ അവിടെ കിടന്നിട്ട് എന്നെ കാണാൻ പറ്റില്ല. ഇഷ്ടമുള്ള ആഹാരം കഴിക്കാൻ ഞാൻ കൊതിച്ചിട്ടുണ്ട്. എവിടെ താമസിച്ച് 7 സ്റ്റാർ ഹോട്ടലിൽ, ചൈനയിൽ ചെന്നിട്ട്, ഓസ്ട്രേലിയയിൽ ചെന്നിട്ട്, കൊറിയയിൽ ചെന്നിട്ടൊക്കെ എവിടെ താമസിച്ച് 7 സ്റ്റാർ. ഒരു ഉള്ളി എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇന്നലെ അമ്മാമ്മ എടുത്ത് ഞാൻ ഉള്ളി ചോദിച്ചാൽ, എന്തി അമ്മാമ്മ? സവാള എനിക്ക് വലിയ ഇഷ്ടം. ഒരു സവാള ജയിലിനകത്ത് തിന്നാൻ ഞാൻ കൊതിച്ചിട്ടുണ്ട്. സ്വതന്ത്രം. അവസാനം ഞാൻ ചുരുക്കി പോയ സമയം പോയി. പത്രോസും പൗലോസും കാരാഗ്രഹത്തിൽ കിടന്നു. ദൂതന്മാരായി ഇറങ്ങി വന്നെങ്കിൽ എന്റെ അടുത്ത് ദൈവം പറയണം, നിന്റെ പിടിപാട് കൊണ്ടോ, നിന്റെ സമ്പത്ത് കൊണ്ടോ, നിന്റെ കുടുംബ പശ്ചാത്തലത്തിനോ നിന്നെ രക്ഷിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇറങ്ങി വന്നല്ലാതെ. ഞാൻ പിന്നെ എങ്ങനെ പ്രസംഗിക്കണം സിസ്റ്ററെ? ഞാൻ എങ്ങനെ പ്രസംഗിക്കേണ്ടത്? ഞാൻ ഇങ്ങനെ പ്രസംഗിക്കും. അവസാനം എന്നെ രക്ഷിപ്പാൻ ഇറങ്ങി വന്നത് എങ്ങനെ? മുസ്ലിം രാജ്യമാണ്.
അബുദാബി പുറത്തൊക്കെ വേദോത്സവം കൊണ്ട് നടക്കാം. പക്ഷെ സെൻട്രൽ ജയിലിനകത്ത് നേരത്തെ ഇപ്പോഴത്തെ സൗദിയുടെ നിയമം എനിക്ക് എന്തോന്ന് അറിയത്തില്ല. നേരത്തെ സൗദിയുടെ നിയമമാണ് ഈ വേദോത്സവം വെളിയിൽ കൊണ്ടുനടക്കാൻ പറ്റത്തില്ല. അങ്ങനെ സെൻട്രൽ ജയിലിൽ ഈ വേദോത്സവം കണ്ട എന്തോ ചെയ്യും? ഇവർക്ക് പേടിയായി വേദോത്സവത്തെ കണ്ടാൽ ഇറക്കി കേട്ടോ. അതുകൊണ്ടാണ് പിടിക്കാത്തത്. ഔദാര്യം കാണിക്കുമെന്നല്ല കേട്ടോ. ഈ പുസ്തകം കണ്ട കത്തിച്ച് ചാമ്പലാക്കി കളയുന്ന 5 നേരം നിസ്കാരമുള്ള സെൻട്രൽ ജയിലിനെ നമ്മളെ അതിനകത്ത് ചേർക്കാൻ ശ്രമിക്കും. അള്ളാ രക്ഷിക്കിഞ്ഞ് കയറാൻ പറയും. എനിക്കൊരു നിമിഷം പോലും അതിൽ കിടക്കുന്നത് ഇഷ്ടമല്ലായിരുന്നെങ്കിലും ഞാൻ അവിടേക്കൊന്നും എന്നെ ആരും കൊണ്ടുപോയില്ല. ഞാൻ എന്റെ പ്രാണം കത്തിക്കൊണ്ട് അതിൽ കിടന്നിട്ട് സിമിന്റ് 7 സ്റ്റാറിൽ താമസിച്ചവൻ സിമിന്റ് തറയിൽ കിടന്നിട്ട് ഓരോ മുമ്പിൽ വരുന്നിടത്തും എന്റെ ഭാഷ ഇതുപോലെ ഞാൻ ആരായിരുന്നു ഇങ്ങനെ ആരെന്നും പറഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി. സിമിന്റ് തറയിൽ കിടന്നു 7 മാസം നിലവിളിച്ചു. അങ്ങനെ ദൈവം എനിക്ക് പുസ്തകം കത്തിച്ച് കളയുന്നിടത്ത് ദൈവദൂതനെ പോലൊരു മനുഷ്യൻ ഒരു ചുരുണ്ട് പഴകിയ അല്ലേലിയ ജനിച്ചൊരു ബൈബിൾ എന്റെ അടുത്ത് ദൈവം കൊണ്ട് തന്നെന്ന് ജയിലിനെ ചെല്ലേറിയ അവിടെ കിടന്ന് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഏകദേശം 9 മാസം കൊണ്ട് 4 ആവർത്തി വായിച്ചിട്ട ഞാൻ എന്റെ യേശുവിനെ സ്വീകരിച്ചതെങ്കിൽ അവിടെ നിന്ന് എന്റെ കർത്താവിനെ എനിക്ക് അറിഞ്ഞുകൂടാ. ബന്ധക്കോസ് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞ എന്റെ കർത്താവ് നിന്നെ വിട്ട് ഞാൻ പോയി എന്നെ രക്ഷിക്കണം. അവസാനം എന്നെ നിലം തൊടിക്കുന്നിടത്ത് പറഞ്ഞെടുത്ത് ആ ദേശത്ത് തന്നെ എന്നെ ദൈവം ഇറക്കി. അങ്ങനെ ഞാൻ തെരഞ്ഞെടുത്തപ്പോൾ ചുരുക്കിപ്പോൾ എത്ര നല്ല പോട്ടെ പിന്നാട്ട് ഉപയോഗിക്കും. ഞങ്ങൾ കർത്താവ് ഓരോ വിശ്വാസിയും ചോദിക്കേണ്ടത്. ഇവിടെ ഇരിക്കുന്ന 90% ആൾക്കാരും ദൈവത്തോട് യോജിച്ചിട്ടില്ല. നമ്മളെല്ലാവരും ശുശ്രൂഷകരാണ്. പുതിയ നിയമത്തിൽ എല്ലാവരും ശുശ്രൂഷ ചെയ്യണം. ആരും വലിയവരും ചെറിയവരും പുതിയ നിയമത്തിലില്ല. എല്ലാവർക്കും ശുശ്രൂഷ ചെയ്യാൻ ദൈവസന്മാരുടെ ജോലി. ഈ പുതിയ നിയമ വ്യവസ്ഥയനുസരിച്ച് എല്ലാവർക്കും കൃപാവരം തരും. എല്ലാവരും അല്ലെങ്കിൽ അവസാനം എന്തോക്കും അലസനം മടിയനമായ ദാസന് എന്നുള്ള വിളി എല്ലാവരും കേൾക്കും. സ്വന്തം ചെയ്യും. സമ്പത്ത് നന്ന് കുഴിച്ചിട്ടവരാണ് ഇതിനകത്ത് 80% ആൾക്കാർ. എല്ലാവരും മടങ്ങിയാണ്. ആദ്യത്തെ ദിവസം ദൂത് കേട്ടല്ലോ. ചാവാറായ ശേഷിപ്പുകളെ അല്ലേലൂയ. അങ്ങനെ അല്ലേലൂയ. അങ്ങനെ ഞാൻ ചോദിച്ചു കർത്താവേ ഞാൻ പൊട്ടനാണോ? എടാ എന്റെ ദേശത്ത് ഏറ്റവും വലിയത് പത്തനാപുരം താലൂക്കിലും കൊട്ടാരം താലൂക്കിലും ഏറ്റവും വലിയ പണക്കാരൻ, വലിയ പ്രൗഢിയുള്ളവൻ. എന്റെ ബാക്കിയുള്ളവരൊക്കെ കിടക്കുന്നവരെ അവരെയൊന്നും തെരഞ്ഞെടുക്കാതെ എന്നെ കൃഷിയായി തെരഞ്ഞെടുത്തെങ്കിൽ ഞാൻ പൊട്ടനാണോ മാസ്റ്ററെ? ഒറ്റ ചോദ്യം, കർത്താവേ നീ എന്തിനാണ് എന്നെ തെരഞ്ഞെടുത്തത്? എന്തോ പറഞ്ഞതെന്നറിയാമോ? എല്ലാവർക്കും ഓർമ്മയുണ്ടോ? അന്നേക്ക് 18 വർഷങ്ങൾക്ക് മുമ്പ് ജോർജ് മാത്യു പുതുപ്പള്ളി അച്ഛനോട് പറഞ്ഞ ദൂതെന്തുവാ? ആ ദൂതനോട് കർത്താവ് സംസാരിച്ചു. ഞാൻ അയക്കുന്നിടത്തൊക്കെ പോയി ധൈര്യത്തോടെ നീ എന്റെ സുഖം അറിയിക്കണം. ഞാൻ എന്റെ കർത്താവിനോട് തിരിച്ചൊരു ചോദ്യം അവതരിപ്പിച്ചിട്ട്, കർത്താവ് എങ്ങനെ പോവും, എന്ന് പോവും? സ്വത്രം ചെയ്യുന്നു. എന്റെ ദൈവമക്കളെ, 1.5 വർഷം എന്റെ കർത്താവിന് ഈ ആത്മാവേശം അടക്കാതെ 1.5 വർഷം ഞാൻ പ്രാർത്ഥിച്ചു. എന്ന് പോവും, എങ്ങനെ പോവും? ഈ വലിയ ബിസിനസ്സും ഈ വലിയ കടഭാരവും ഇതെല്ലാം വിട്ടിട്ട് ഞാൻ എന്ന് പോവും കർത്താവേ? അല്ലെ 2016 ജൂലൈ മാസം, അല്ലെങ്കിൽ ഇതിന് കൊടുത്ത വില എത്രയാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? അല്ലെങ്കിൽ നാട്ടുകാരെന്ന് കേട്ടോ സുവിശേഷകരെ തല്ലാൻ നടക്കുന്നവരെന്ന് കേട്ടോ? ഈ ശബ്ദം കേൾക്കുമ്പോ അലർജി ആയവരെന്ന് കേട്ടോ? ഏറ്റവും വലിയ അലർജിക്കാരനാണ് ഞാൻ. ക്രിസ്ത്യാനി യേശുവായിട്ട് ഒരു ബന്ധമില്ല. ക്രിസ്ത്യാനി യേശുവായിട്ട് ബന്ധം എന്താ വെച്ചാ ബന്ധം? ഒരു കുലബന്ധം പോലും ഇല്ല. നിന്റെ വീട്ടിൽ അപ്പന്റെ അപ്പൻ മക്കളായിട്ട് മരിക്കണമെങ്കിൽ നിന്റെ അമ്മയും അപ്പനെ 2 വീട്ടിൽ നിന്ന് കൊണ്ട് ദൈവം യോജിപ്പിച്ചിട്ട് അവര് കൂടിച്ചേർന്ന് രക്തത്തിലുണ്ടായ സ്വന്തം മക്കളല്ലേ? അതാ ഈ 80 വയസ്സ് റിട്ടയർമെന്റ് സമയത്ത് നീ അത് രേഖാമൂലം ഉണ്ടാക്കി വെച്ചെങ്കിൽ 4 കോടി വർഷം കിടക്കേണ്ട സ്ഥലത്ത് ദൈവം പറഞ്ഞടാ നീ മാനസാന്തരപ്പെട്ട് ശാരപ്പെട്ട്
നീ യേശുക്രിസ്തുവിൽ പുതുതായി ജനിക്കണമെന്ന് പറഞ്ഞിട്ട് പുതുതായി ജനിക്കണം, വേറെ പണിയൊന്നുമില്ല. യേശുവായിട്ടൊന്ന് ബന്ധം? ഒരു ബന്ധമില്ല. ക്രിസ്ത്യാനിക്ക് തെളിയിക്കാമെങ്കിൽ അടിക്കാനും പിടിക്കാനൊന്നും വരരുത്. വേദോസം എടുത്തോണ്ട് ഞങ്ങളുടെ മുമ്പിൽ ധൈര്യത്തോടെ വരണം സംസാരിക്കാൻ. ഞാൻ ഒരുപാട് തീരുമാനമായിട്ട് ചോദിച്ച് ഡോക്ടറേറ്റ് എടുത്ത് പിന്നെ സയന്റിസ്റ്റ് എന്ത് ശാസ്ത്രജ്ഞന്റെ അടുത്ത് ഞങ്ങൾ പോയിട്ടുണ്ട്. IAS IPS അപ്പോയിന്റ്മെന്റ് എടുത്ത് പോകും. വെറും 10 മിനിറ്റ് കൊണ്ട് അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായം 24, 25, 26 വാക്യത്തിന് മുമ്പ് സകല ശാസ്ത്രവും 10 മിനിറ്റ് കൊണ്ട് തോറ്റ് ഉന്നം പാടും. അങ്ങനെ കണ്ടിട്ടുണ്ടോ? അവിടെ അടിക്കാനും തല്ലാനും ഒന്നും വരല്ലേ, ഞങ്ങളുടെ ഭാഗങ്ങളാ. ഉണ്ടാക്കിയാണെ കട്ടയ്ക്കുന്നവര് ഇപ്പൊ തല്ലിക്കൊന്നാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതുകൊണ്ട് ദൈവം ഞങ്ങളുടെ ഭാഗങ്ങളെ ഉപദേശിക്കാൻ പറ്റില്ല. സ്നേഹത്തോടെ പറയുന്നു, ആർക്കെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ ആ തലൂർ പഞ്ചായത്ത്, വടകര 16 താലൂക്കിൽ തലൂർ പഞ്ചായത്തിൽ വടകോട് വാർഡിൽ പത്തമ്പാറ വീട്ടിൽ അന്വേഷിച്ച് വന്നാൽ മതി. സ്നേഹത്തോടെ 1 മണിക്കൂർ ഈ വേദോസമായിട്ട് സംസാരിക്കാൻ ആർക്കെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ വരാം. ഇന്നുവരെ ആരും വന്നിട്ട് വരത്തുമില്ല. മുടക്കാനൊക്കെ വരും, സ്നേഹത്തോടൊന്നും ആരും വരില്ല. ഹല്ലേലൂയ. അങ്ങനെ ദൈവമക്കളെ, അങ്ങനെ എങ്ങനെ കിട്ടിയെന്നറിയാമോ? നാട്ടുകാരൊന്ന് കേട്ടോ, ഒന്ന് കേട്ടോണേ. ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊളത്തൂപ്പുഴക്കാർ ഇവിടെ ശബ്ദം കേൾക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരണം, കയറി കേട്ടോ. ഈ മഹാഭാഗ്യം, ഈ രക്ഷ എനിക്ക് കിട്ടിയതിന് വില കൊടുത്ത് എത്രയെന്ന് അറിയാമോ? 10 കോടി രൂപ നഷ്ടപ്പെടുത്തി. എത്ര പാസ്റ്റർ? ആരെങ്കിലും ഉണ്ടോ കൊടുത്തപ്പോഴേ നഷ്ടപ്പെട്ടെന്നും പറഞ്ഞിങ്ങനെ നെഞ്ചും പിടിച്ചിരിക്കാൻ? അഹങ്കാരമല്ല പറഞ്ഞത്. 10 കോടി. ഇപ്പോഴും ഞാൻ പാപ്പരൊന്നുമല്ല കേട്ടോ, പ്രാർത്ഥിച്ചോ. 10 കോടി രൂപ നഷ്ടപ്പെടുത്തി. ഏകദേശം 1 വർഷക്കാലത്തോളം അബുദാബി സെൻട്രൽ ചേച്ചിറന്ന് കരഞ്ഞു നില വിളിച്ച് അത്ര കഷ്ടപ്പെട്ടാണ് എനിക്ക് ഇത് കിട്ടിയെങ്കിൽ ഒരു നാണവുമില്ലാതെ ഓപ്പൺ സ്റ്റേജുകളിൽ, റോഡുകളിൽ, ബീഹാറിൽ, ഒറീസയിൽ, പഞ്ചാബിലും ലോകത്തെവിടെ ചെന്നാലും ഈ പുസ്തകം ഉയർത്തിവെച്ചിട്ട് വിളിച്ചു പറയും, 10 കോടിയല്ലോ ഈ ലോകം മൊത്തം എഴുതി വെച്ചാൽ കിട്ടാത്ത സൗഭാഗ്യമാണ് കിട്ടിയത്. അവിടെ നിർത്തുക. എന്റെ ദൈവം ജാതിയും മതം തെറ്റിച്ച് ലോകവും അതിലുള്ളതൊക്കെ ഉണ്ടാക്കി ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനായതുകൊണ്ട് മനുഷ്യന്റെ കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ ഇത് പറഞ്ഞാൽ ആ പെരിങ്ങല്ലൂക്കാർ അളവിയത് ലോകം മൊത്തം അച്ചടിച്ചത്. ഞാൻ കള്ളത്തരം പറഞ്ഞു. ഹല്ലേലൂയ. എന്നിട്ട് എന്താ കേസ് കൊടുക്കാൻ? കോടതി കയറി ഊപ്പാട് വന്നതിനകത്ത് സ്വതന്ത്രം ഞങ്ങൾ കയറും. ഇല്ലേ വാസു? വിളിച്ചാ പോയല്ലോ. ഇതിനകത്ത് വളച്ചൊടിച്ച് ഗുരുക്കുണ്ടാക്കി തന്റെ ഉള്ളവരൊക്കെ ഞങ്ങൾക്ക് നേരിട്ട് തരണം. ഇല്ലേ വാസേ? ഈ തട്ടിപ്പ് നടത്തിയിട്ട് ചതിക്കില്ലേ? ഇതിനകത്ത് ഒത്തിരി ബന്ധക്കോസുകാരന്മാർക്ക് കൈയുണ്ട് കേട്ടോ. ഇവനെ എല്ലാം ദൈവം വെച്ചിട്ടുണ്ട്. അല്ലല്ല, അതല്ല, സഹോദരനെ ഏറ്റെടുത്താൽ മതി. അല്ലേ? ഇതിനകത്ത് ഒത്തിരി ബന്ധക്കോസുകാർക്ക് പങ്കുണ്ട്. ഇവിടെ സകല ദൈവദാസന്മാരെ നാട്ടിക്കുന്നവരെ പ്രസംഗത്തെ ആരും വിലയിരുത്തണ്ട. 5 മിനിറ്റ് പ്രസംഗിക്കുന്നവനും കുഴപ്പക്കാരനാണോ? പക്ഷെ 1 മണിക്കൂർ പ്രസംഗിക്കുന്നതിന് കുറവുണ്ടോ? അവനവന്റെ കൃപയ്ക്കനുസരിച്ച് പ്രസംഗിക്കും. നമ്മൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും. എല്ലാവരും മഹാന്മാരാണോ? എല്ലാരും മഹാന്മാരാണോ? ആർക്കും തെറ്റുപറ്റിയിട്ടില്ല. പൗലോസിന് തെറ്റുപറ്റിയിട്ടില്ല. പൗലോസിന് തലമുണ്ടനം ചെയ്യാൻ പോയി, രക്ഷിക്കപ്പെട്ടിട്ട്. ഇത് ആർക്കാ തെറ്റുപറ്റാത്ത? അവനെ സ്നേഹത്തോടെ നേരിട്ട് വിളിക്കണം ദൈവം. എന്റെ കുഞ്ഞി അങ്ങനെ ചെയ്യല്ലേ, ഇങ്ങനെ പ്രസംഗിക്കണം. എന്റെ ഇല്ല അമ്മാമ്മ എന്നെ ഉപദേശിച്ചല്ലോ. ഇത് കുഴപ്പം? ഞാൻ എന്റെ കാര്യം പറഞ്ഞു, അമ്മാമ്മ അമ്മയുടെ കാര്യം പറഞ്ഞു സ്നേഹത്തോട്. ഇത് കുഴപ്പം? ഇവിടെ സമയമില്ല. ഈ ലോകവും അതിനുള്ളതൊക്കെ ഉണ്ടാക്കി ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് മനുഷ്യന്റെ കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ അവരെല്ലാവർക്കും ജീവനും ശ്വാസവും നൽകിയതായതുകൊണ്ട് മാനവികളായുള്ള ശുശ്രൂഷ അവൻ ആവശ്യപ്പെടുന്നു. ദൈവം ഒരുവനിൽ നിന്ന്
മനുഷ്യജാതിയൊക്കെ ഉളവാക്കിയിട്ട് മനുഷ്യനതിരുകളും കാലങ്ങളും ഈ 3 വാക്യത്തിന്റെ മുമ്പിൽ ഒരു ശാസ്ത്രത്തിന് എഴുന്നേക്കാൻ ഇന്ന് വരെ വളർന്നിട്ടില്ല. കാരണം അവിടെ ഒരു വലിയ മർമ്മമുണ്ട്. കാരണം കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പള്ളിയിലും അമ്പലത്തിലും ബന്ധക്കോസുകാരുണ്ടാക്കി വെച്ചിരിക്കുന്ന ആലയത്തിലും ഒരു ക്ഷേത്രത്തിലും ദൈവം അത് മനുഷ്യനുണ്ടാക്കിയതാണ്. സോ അവിടെ വരുമോ? അതുകൊണ്ടാ. കാരണം എന്താ, ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും എല്ലാ ദിവസവും ഹിന്ദുക്കളും ഒക്കെ പോവും, നമ്മള് ക്രിസ്ത്യാനികളൊപ്പം പോവും. പോന്ന ആരാ? അമ്മയെ കൊല്ലുന്നവൻ, അപ്പനെ കൊല്ലുന്നവൻ, ചീത്ത വിളിക്കുന്നവൻ, കുഴപ്പം കാണിക്കുന്ന മൃഗമാണോ മനുഷ്യനാണോ? വെച്ചാ മൃഗമാണോ മനുഷ്യനാണോ? മനുഷ്യൻ. ഇവരില്ല ദൈവവിശ്വാസി, എല്ലാവരും ദൈവവിശ്വാസികളുണ്ട്. കർത്താവ് പറഞ്ഞ മനുഷ്യന്റെ കൈപ്പടിയാണ് ക്ഷേത്രങ്ങളിൽ വാദം ചെയ്ത്. ഇവനെല്ലാം ഞായറാഴ്ച നേരം വിളിക്കുമ്പോൾ പള്ളിയുടെ വാതൊക്കെ പോവും. ഈ വില്ലനും വീരാളിയും പോയിട്ട് ചെരുപ്പ് ഊരിയിട്ട് അകത്ത് കയറിയിട്ട് വല്ലതും മിണ്ടുവോ? ഒന്നും മിണ്ടത്തില്ല. അകത്ത് കയറി അനങ്ങാതെ നിൽക്കും. പുറത്തിറങ്ങുമ്പോഴോ ഇവരുടെ വിചാരം എന്തുവാ? പള്ളിയിലും അമ്പലത്തിലും മോസ്കിലും ഒക്കെ ദൈവം ഇറങ്ങിയിട്ട് അവിടെ ചെല്ലുമ്പോൾ മിണ്ടായിരിക്കണം, പുറത്തിറങ്ങി തോന്നിയാസം കാണിക്കുന്നത്. അതല്ല ദൈവം പറഞ്ഞത്. മനുഷ്യ, നീയാണ് ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ഉള്ളിൽ വസിക്കുന്നുവെന്നും നീ അറിയുന്നില്ലേ? ദൈവത്തിന്റെ ആത്മാവിനെ നശിപ്പിക്കുന്നവരെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവരെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കണം. എന്തോ അങ്ങനെ ആ മന്ദിരം വിശുദ്ധീകരിക്കണമെങ്കിൽ നേർച്ച കാഴ്ചകൾ അർപ്പിക്കണ്ട, ശബരിമല പോണ്ട, പളനി പോണ്ട, മലയാറ്റു പോണ്ട, വേളാങ്കണ്ണി പോണ്ട, ഹല്ലേലൂയ മക്കേ പോണ്ട, മദീനെ പോണ്ട, ഹല്ലേലൂയ ജെറുസലേമിലും പുണ്യസ്ഥലം ഉണ്ടല്ലോ. എന്തിനു പുണ്യസ്ഥലം? ഒരു വിവരമില്ല. എന്തോ ചെയ്യണം? ഒറ്റ വിളി. എങ്ങും തിരക്കി പോകേണ്ട ദൈവമല്ല ജീവനുള്ള ദൈവം. നീ വിളിച്ചാൽ, വിളിപ്പറ വിളിക്കേണ്ട രീതിയിൽ നീ വിളിച്ചാൽ ആ വിളിപ്പുറത്തിറങ്ങി വരുന്ന ജീവനുള്ള ഏക സത്യ ദൈവം കർത്താവായ യേശു ക്രിസ്തു മാത്രം. പറയുന്നത് ആരെ പേടിക്കുന്നു? എടാ, ഈ ജാലേന്ദ്രനും തോമാച്ചനും ശങ്കരനും പൊടിയനും ഹല്ലേലൂയ മുഹമ്മദും അഹമ്മദും എല്ലാവരും ക്രിസ്ത്യാനിസം കൊണ്ടല്ല നേരെയായത്, ഹിന്ദുയിസം കൊണ്ടല്ല നേരെയായത്, മുസ്ലിമിസം കൊണ്ടല്ല നേരെ. കുഴപ്പക്കാർ മൊത്തം അവിടെ കിടക്കുക. അല്ല, നേരെയായത് പരിശുദ്ധാത്മാഭിഷേകം വന്നിട്ടാ. യേശുവിലെ മാനസാന്തരമുള്ളൂ, ക്രിസ്ത്യാനി മാനസാന്തരമില്ല. യേശുവിൽ മാനസാന്തരം, മറ്റൊരു വഴിയില്ല. അതുകൊണ്ടാ മറ്റൊരുത്തനിൽ രക്ഷയില്ലെന്ന് പറഞ്ഞത്. എന്തോ ചെയ്യണം? യേശുവേ വിളിച്ചു പറ. വേണമെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ മതി. എന്താ വേണമെങ്കിൽ വിളിക്കും. നിന്റെ ജീവൻ നരകത്തിൽ പോകണ്ടാക്കി നീ വേണമെങ്കിൽ വിളിക്കും. ഞങ്ങൾക്ക് പറയാനല്ലാതെ ആരെ കൊണ്ടുവരാൻ പറ്റില്ല. എന്റെ മക്കൾ, ദൈവമക്കൾ ക്ഷമിക്കണം. ഒറ്റ മിനിറ്റ്. ഞാൻ പറഞ്ഞല്ലോ വലിയൊരു സാക്ഷ്യം പറയാനുണ്ടെന്ന്. എനിക്ക് ഒരു മോളാ, പ്രിയപ്പെട്ട മോള്, എന്റെ പ്രിയ മോൾ കല്യാണം കഴിഞ്ഞു. ഞാൻ ഏറ്റവും കൂടുതൽ അവളെ എന്നെ സ്നേഹിക്കുന്നു, അവളെ ഞാനും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു. പരിമല ഹോസ്പിറ്റലിലെ ഒരു സ്പെഷ്യൽ ഡോക്ടറാണ് അവള്. സ്വന്തം എന്റെ 2 ആമക്കളേത് എന്റെ ഭാര്യ. നിങ്ങൾക്കറിയാമോ, ഇന്നും അവളെ, ഞങ്ങളെ ജീവനുമില്ല അവൾക്ക് സ്നേഹമാണ്. അവർക്കൊക്കെ അറിയാം. ഞാൻ എവിടെയും പ്രസംഗിക്കാൻ പറയും, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ വളരെ സീരിയസ് ആയിട്ട് കൊണ്ടു നടക്കേണ്ട ഒരു കാര്യമായിരുന്നു. തെറ്റിപ്പോവല്ലേ, അലസത കാണിക്കല്ലേ. ഇത് മറ്റൊരാൾക്കും കിട്ടാത്തതാണ്. വെളച്ചിലും വേലത്തരവും നിന്റെ അഭ്യാസവും തെരഞ്ഞെടുപ്പും നിന്റെ മറ്റേതും മണ്ണാങ്കട്ടയൊക്കെ നിർത്തിക്കോണേ. നിന്റെ പ്രസിഡന്റും സെക്രട്ടറി ഓവർസിയറും ഖജാൻജി എല്ലാം നിർത്തിക്കോണേ. ഖജാൻജിക്ക് ചർച്ചിലുള്ളതല്ല, ചർച്ചി ഖജാൻജി വേണം. പ്രസ്ബിറ്ററും ക്രിസ്ബിറ്ററും ഇതൊന്നും നമുക്ക് വേണ്ട. നേരെ ആയാ കൊള്ളാം. എന്റെ ദേശക്കാരെ, നിങ്ങൾക്കറിയാമോ, ഞാൻ ലോകത്തോട് പറയാറുണ്ട്, ഇതിന് അപ്പം വിളിച്ചു കൊടുക്കും. ലോകത്തിന് അപ്പം വിളിച്ചു കൊടുക്കുന്ന രക്ഷയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്പെഷ്യലായിട്ട് വിളിച്ചു കൊടുക്കുന്ന രക്ഷയായിരുന്നെങ്കിൽ, ഹല്ലേലൂയ പൈസ കൊണ്ട് കൊടുക്കുന്നതും പിടിപാട് കൊണ്ട് കൊടുക്കുന്ന രക്ഷയായിരുന്നെങ്കിൽ. എന്റെ വീട്ടിൽ എന്റെ ഭാര്യ 4.5 വർഷം ഞാൻ വന്നിട്ട് 4.5 വർഷം കഴിഞ്ഞ് എന്റെ ഭാര്യ വന്നു, എന്റെ 2 മക്കളും വന്നു. രക്ഷയില്ല.
ഞാൻ ലോകത്തോട് പറയും, ഇത് ഒരു ലോകത്തിന്റെ ശക്തി കൊണ്ടോ പിടിപാട് കൊണ്ടോ ഒരപ്പൻ വിളിച്ചു വന്നിരിക്കുന്ന ആരുന്നെങ്കിലോ എന്റെ വീട്ടിൽ എന്റെ ഭാര്യയും ആ മക്കളുമല്ല ആദ്യം വരേണ്ടിയിരുന്നത്, എന്റെ മോളായിരുന്നു ആദ്യം വരേണ്ടത്. എന്റെ നോക്കം നല്ല, എന്റെ അപ്പനെന്നല്ല, ആർക്കും വരാൻ പറ്റും. ഇന്നു മുതല് ഈ സുവിശേഷം കേട്ടവർ നിലവിളിക്കണമേ. അബ്രഹാമിന് കൊടുത്ത രക്ഷ, നോവയ്ക്ക് കൊടുത്ത രക്ഷ, മോശയ്ക്ക് കൊടുത്ത രക്ഷ, ദാവീദിന് കൊടുത്ത രക്ഷ, മറിയത്തിന് കൊടുത്ത രക്ഷ, പത്രോസിന് കൊടുത്ത രക്ഷ, പൗലോസിന് കൊടുത്ത രക്ഷ, ഈ പ്രസംഗിക്കുന്ന കൊടുത്തവർക്ക് രക്ഷ ഞങ്ങൾക്ക് തരണേ, തരണേ. സകല ജാതിയും പ്രാർത്ഥിക്കണം. ഇല്ലെങ്കിൽ നിനക്ക് ഈ രക്ഷ കിട്ടാതെ പോകും. അതുകൊണ്ട് ഞാൻ നിർത്തട്ടെ. യേശുവിനെ സ്വീകരിപ്പാൻ കിലോമീറ്റർ ഇടയ്ക്ക് യാത്ര ചെയ്യണ്ട, രക്ഷകാഴ്ചകളർക്കണ്ട. വിളിക്ക്, എന്നെ കേൾക്കുന്നവരെ വീട്ടിൽ നിന്ന് കമ്പോളത്തിൽ നിന്ന് വിളി, യേശുവേ ഞാനൊരു പാപിയാണ്. ഒറ്റ വിളി. നീ പേര് മാറ്റണ്ട, നാള് മാറ്റണ്ട, വീട്ടുപേര് മാറ്റണ്ട, അപ്പന്റെ അമ്മയുടെ പേര് മാറ്റണ്ട, സർട്ടിഫിക്കറ്റ് നിർത്തണ്ട, റേഷൻ കാർഡ് നിർത്തണ്ട, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണ്ട. അന്ധവിശ്വാസവും അനാചാരവും സകല പുസ്തകങ്ങൾ എഴുതി നീ നിർത്താൻ. യേശുവേ ഞാനൊരു പാപിയാണ്, എന്നോട് ക്ഷമിക്കണേ എന്ന് പറയുമ്പോ നിന്റെ ഉള്ളത്തിലേക്ക് യേശു പിന്നെ അറിഞ്ഞുകൊണ്ട്